ഹായ്, ദ്രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് കക്കാടംപൊയിലുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാട്ടോ. ഫോഗി മൗണ്ടെയിൻ എന്നാണ് പാർക്കിൻ്റെ പേര്. മക്കൾ എത്രയോ ആയി പറയണ് ആ പാർക്കിൽ പോകണം എന്ന്. അപ്പം ഇന്നാണ് ആ പാർക്കിലേക്ക് പോകാനുള്ള ഒരു ടൈം ഒത്തു വന്നത്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, എത്രയും പെട്ടെന്ന് പാർക്കിലെത്തണം എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 10:15 ആകുമ്പോൾ കേട്ടോ ഇറങ്ങിയത്. എന്നും നേരം വൈകുന്ന മക്കൾ ഇന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടൊക്കെ നിന്ന് കേട്ടോ. ഭയങ്കര ത്രില്ലിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ മലിശ്ശേരി താഴെ എത്തിയപ്പം പെട്രോൾ പമ്പ് കയറിയിട്ട് പെട്രോളൊക്കെ അടിച്ചു. ഈ പെട്രോൾ അടിക്കുമ്പോഴും ഇവിടെ പെട്രോൾ അടിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോഴും പെട്രോളൊന്നും അടിക്കേണ്ട, വേഗം പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മക്കൾ. ഞങ്ങൾ പൈമ്പ്രയിലേക്ക് എത്തുന്നൊരു ഷോട്ടുണ്ട് മലിശ്ശേരി താഴം കഴിഞ്ഞിട്ട്. അപ്പം അതിലെ ഇങ്ങോട്ടേക്ക് കയറിയതാണ് കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ പോകുന്ന പാർക്കിൽ വലിയവർക്ക് കയറാനുള്ള റൈഡുകളും ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു പാർക്കാണ് ഈ ഫോഗി മൗണ്ടെയിൻ എന്ന് പറയുന്ന പാർക്ക്. നല്ലൊരു ക്രിസ്ത്യൻ പള്ളിയാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ വാഴത്തോട്ടാണ്. അപ്പം ഇത് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത വാഴകളാണ് കേട്ടോ. കുറേ റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കൃഷികൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അധികം റബ്ബർ മരങ്ങളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ മക്കളോട് പറഞ്ഞ് മക്കളങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു, പുലി വരും ആന വരും എന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ നോക്കുകയായിരുന്നു, ദൂരത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അയ്യോ പുലി വരുമോ ആന വരുമോ എന്നൊക്കെ ഉള്ള പേടിയിൽ. പിന്നെ വലിയ വലിയ കുന്നുകളാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ നമുക്ക്. പിന്നെ നിർത്താൻ നേരമില്ലാത്തത് കൊണ്ടാണ് നിർത്താഞ്ഞത്. അപ്പം അത് കാണുമ്പം കുറച്ചൊരു പേടി തോന്നിക്കെങ്കിലും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. മക്കളോട് ഞങ്ങൾ പറയുമായിരുന്നു അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അവർ പറയാ, അത് ശരിയാണ്, സിംഹത്തിൻ്റെ ഗുഹയൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ തഗ്ഗടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ വളവുകളാട്ടോ. ഭയങ്കര വലിയ വളവുകളാണ് വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് മനസ്സിലൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. വണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോടുമ്പോഴൊക്കെ. പിന്നെ ഏട്ടൻ സ്ലോയിലാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടേ ഓടിക്കുള്ളൂ. എക്സ്പേർട്ട് ഡ്രൈവറാണല്ലോ. പിന്നെ നിങ്ങൾ കണ്ടോ ചെറിയ കർമൂസ മരം, ചെറുത്. നമ്മളെ നാട്ടിലൊക്കെ വലുതല്ലേ ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ 1-2 കർമൂസ ഉണ്ടായെങ്കിലായി. ഇതങ്ങനെയല്ല, ചെറിയ ഇതിൻ്റെ മുകളിൽ എത്രയോ കർമൂസ. കണ്ടിട്ട് തന്നെ കൊതിയാവുക. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് അവർ ചെയ്യുക കേട്ടോ കൃഷി. അപ്പം നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ നോക്കി കാണാൻ. പിന്നെ ഞങ്ങൾ പോകുമ്പം മഞ്ഞ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടിപൊളി ചാമ്പക്ക വിൽക്കുന്നത് കണ്ടത്. അപ്പം തന്നെ ഞങ്ങളിത് വാങ്ങി. എല്ലാവർക്കും ഇഷ്ടമാണ് ചാമ്പയ്ക്ക. അപ്പം ഒരു കവറാട്ടോ ഞങ്ങൾ വാങ്ങിയത്. 30 രൂപയാണ് ചാമ്പയ്ക്കയ്ക്ക്. അപ്പം നമ്മുടെ നാട്ടിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് ഈ ചാമ്പയ്ക്ക എന്ന് പറയുന്നത്. എവിടെയും കിട്ടാനില്ലേ ചാമ്പയ്ക്ക ചെറുപ്പത്തിൽ തന്നൊരു ഓർമ്മയാണ് ഉള്ളത്. അങ്ങനെ ഇതാ കാത്തിരിപ്പിനൊടുവിൽ അത് സംഭവിച്ചു എന്ന് പറയാം. ഫോഗി മൗണ്ടെയിൻ എത്തി. അപ്പം ആ റോഡിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പോഴേ മക്കൾ കാറിൻ്റെ അകത്തുനിന്ന് തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രീതിയിലുള്ള സന്തോഷ പ്രകടനങ്ങളായിരുന്നു. ഇങ്ങോട്ടേക്ക് കയറിയിട്ട് പിന്നെ ചെറിയ വഴിയാട്ടോ. പിന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ കുറേ ആൾക്കാർ ട്രാവലറിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തുന്ന സമയം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. കാറ് നിർത്തേണ്ടത് എവിടെയാണെന്ന് അറിയാത്തതിനെ കൊണ്ട് മുന്നോട്ട് പോയി. അപ്പം സെക്യൂരിറ്റി പറഞ്ഞു മുന്നോട്ടേക്ക് സ്ഥലമുണ്ട്, അവിടേക്ക് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയ പാടെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പം ആദ്യം ഒന്ന് സ്റ്റക്കായി നിന്നു പോയിട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാത്തതിൻ്റെ വിഷമത്തിലാണ് 3 ആളും നിൽക്കുന്നത്. വേഗം പോയി ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ പറയുകയാണ് വണ്ടി സെക്യൂരിറ്റി. അപ്പം അതിൽ അവരെ വണ്ടി എന്തോ വരാനുണ്ട്. അപ്പം തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, നിങ്ങൾ കുറച്ച് മുന്നോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് വണ്ടി ഒതുക്കി നിർത്തുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തലേൻ്റെ മേലെ കൂടെ ഒരൊച്ച കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതിൽ കണ്ടപ്പോൾ തന്നെ കുറച്ചൊരു പേടി തോന്നി കേട്ടോ. എന്താവും എന്തോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കയറിയതാട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. പിന്നെ ഇവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാട്ടോ ഇത് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും മക്കൾക്ക് ഇങ്ങോട്ടുള്ള ആകർഷണം കൂടിയത് കൊമ്പങ്ങാട് കോയേൻ്റെയും
ഈ കുഞ്ഞാപ്പൂൻ്റെ പരസ്യാട്ടോ. അവർ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇപ്രാവശ്യം മോളെ ക്ലാസ്സിൽ നിന്ന് ടൂറ് വന്നതും ഇങ്ങോട്ടേക്കായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിപ്പ് ലൈനിൽ കൂടെയൊക്കെ പോകുന്ന ആൾക്കാർ ആർത്ത് വിളിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ കയ്യിൽ കെട്ടാനൊരു ബാൻഡ് തരും കേട്ടോ ഒട്ടിക്കാൻ. അപ്പോൾ അത് ഒട്ടിച്ചാലേ നമുക്ക് ഉള്ളോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം വീഡിയോ കുറേ ലെങ്ത്തായി പോകും, അതുകൊണ്ടാണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ.